നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിനെതിരെയുള്ള കള്ളപ്പണക്കേസിൽ ഇഡി അന്വേഷണം ആന്റോ ആന്റണിയിലേക്ക്. ആന്റോ ആന്റണിക്ക് ഇഡി നോട്ടീസ് നൽകും. അമൽനാഥ് പാടിച്ചാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽനാഥ്, അതായത് 2019 ആന്റോ ആന്റണിക്ക് 2 കോടി രൂപ കൈമാറിയിരുന്നുവെന്നാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ NM രാജു കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. ഈ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇഡിയുടെ നീക്കം. ആദ്യം രാജുവിൽ നിന്നും ഇഡി വിവരങ്ങൾ ശേഖരിക്കും, അതിനുശേഷമായിരിക്കും ആന്റോ ആന്റണിക്ക് ഇഡി നോട്ടീസ് നൽകുക. തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ ആന്റോ ആന്റണിക്ക് 2 കോടി രൂപ നൽകിയിട്ടുണ്ട് എന്ന് NM രാജു വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. മാധ്യമങ്ങളോടായിരുന്നു ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് 2019 തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചിലവിലേക്ക് എന്ന രീതിയിലാണ് 2 കോടി രൂപ തന്റെ കയ്യിൽ നിന്നും ആന്റോ ആന്റണി വാങ്ങിയെടുത്തത് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഇഡി അന്വേഷണം അത് ആന്റോ ആന്റണിയിലേക്ക് കൂടി നീളുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അതേസമയം തന്നെ ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിനെതിരെ മുന്നേ തന്നെ ഇഡി അന്വേഷണം നടന്നിരുന്നു. ഇഡി റെയ്ഡ് അടക്കം നടന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഫിനാൻസ് കമ്പനി ലാഭവാഗ്ദാനം ചെയ്തുകൊണ്ട് നിക്ഷേപകരിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുകയും എന്നാൽ ഈ പണം പിന്നീട് തിരികെ നൽകുകയും ചെയ്തിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന പരാതിയിലാണ് നിലവിൽ ഇഡി അന്വേഷണമൊക്കെ ഈ ഒരു നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 3 സ്റ്റേഷനുകളിൽ ആദ്യഘട്ടത്തിൽ FIR ഉണ്ടായിരുന്നു. പിന്നീട് പോലീസിൽ നിന്നും ഈ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്കടക്കം പോവുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ അത് പിന്നീട് ഇഡി അന്വേഷിക്കുകയും ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിന്റെ വിവിധ ഓഫീസുകളിലേക്ക് അന്വേഷണം നീളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. NM രാജുവിന്റെ വീട്ടിലും ഓഫീസിലും അടക്കം ഈ അന്വേഷണം നീളുകയും ഡിജിറ്റൽ രേഖകൾ അടക്കം കണ്ടെത്തിയ ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 44 കോടി രൂപ മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇത്തരത്തിൽ ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് ഈ ആന്റോ ആന്റണി വാങ്ങിയ ഈ ഒരു പണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ആന്റോ ആന്റണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നൊരു സംശയത്തിന്റെ നിലയിലാണ് ഉള്ളത്. അതിനാൽ തന്നെയാണ് ആന്റോ ആന്റണിയിലേക്ക് ഇഡി അന്വേഷണം നീളുകയും ചെയ്യുന്നത്. 2 കോടി രൂപ വാങ്ങിയെടുക്കുകയും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം 2 മാസത്തിനുള്ളിൽ ഈ 2 കോടി രൂപ തിരികെ നൽകാമെന്നുമായിരുന്നു ആന്റോ ആന്റണി NM രാജുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 7 വർഷം പിന്നിട്ടും, അതായത് 2019 തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, 2026 എത്തുമ്പോഴും 7 വർഷം കഴിഞ്ഞിട്ടും അതിൽ 20 ലക്ഷം രൂപ മാത്രമാണ് അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ചില സംശയങ്ങൾ ഉയർന്നു വരുന്നത് 20,000 രൂപ മാത്രമേ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി നേരിട്ട് വാങ്ങിയെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പിന്നെ എങ്ങനെ 2 കോടി രൂപ വാങ്ങിയെടുത്ത് ഇത്ര വലിയൊരു സാമ്പത്തിക ഇടപാട് എങ്ങനെ നടത്തിയത്, കള്ളപ്പണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ കള്ളപ്പണമാണോ ഇത്, അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ 2 കോടിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇഡിയിലേക്ക് നീളുന്നത് എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലാണ് NM രാജു ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ ഇഡി എത്രയും പെട്ടെന്ന് തന്നെ ഈ NM രാജുവിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആന്റോ ആന്റണിക്ക് നോട്ടീസ് നൽകുവാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുകയും ആണ് ചെയ്യുക. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ആന്റോ ആന്റണി പറഞ്ഞിരുന്നു താൻ പണം വാങ്ങിയിരുന്നു, അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി വാങ്ങിയതാണ്, ആ പണം തിരികെ നൽകുകയും ചെയ്തിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ എത്ര രൂപ വാങ്ങി എന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ ഒരു കണക്ക് അദ്ദേഹം നിലവിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടില്ല. അത് പിന്നെ വെളിപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ആ ഒരു കാര്യം ബോധ്യപ്പെടുത്തേണ്ടത് ആന്റോ ആന്റണിയുടെ ഒരു ഉത്തരവാദിത്തമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ ആണ് നിലവിലുള്ളത്. അതേസമയം തന്നെ NM രാജുവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്ക് പറയുകയും ചെയ്തിരുന്നു. 2 കോടി രൂപ ആന്റോ ആന്റണി തന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും അതിൽ 20 ലക്ഷം രൂപ മാത്രം അദ്ദേഹം തിരികെ നൽകുകയുമാണ് ചെയ്തത്. 10 ലക്ഷം രൂപ വെച്ച് 2 തവണയായാണ് അദ്ദേഹം തിരികെ നൽകിയിട്ടുള്ളത്. ബാക്കി തുക തിരികെ നൽകാൻ ഉണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇഡി അന്വേഷണം നിലവിൽ ഇപ്പോൾ ആന്റോ ആന്റണിയിലേക്ക് നീളുന്ന ഒരു സാഹചര്യമാണുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ NM രാജുവിന്റെ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഈ ആന്റോ ആന്റണിക്ക് നോട്ടീസ് നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്.